എബ്രായ ലേഖനം 10-ാം അധ്യായം 38-ാമത്തെ വാക്യമാണ് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഇന്ന് രാത്രി കർത്താവ് എനിക്ക് പ്രേരണ തന്നിരിക്കുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായം 38-ാമത്തെ വാക്യം. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന വാക്യം ഉച്ചത്തിലൊന്ന് പറയാം. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദം ഇല്ല. എബ്രായ ലേഖനം വളരെ സവിശേഷമായ ഒരു പുസ്തകമാണ്. ഞാനതിൻ്റെ മുഴുവനായിട്ടുള്ള ആമുഖങ്ങൾ ഒന്നും പറയാതെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഏതാനും ചില കാര്യങ്ങൾ പങ്കുവെക്കുവാനായി ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എബ്രായ സഭയ്ക്ക് നേരിട്ട പീഡന നിമിത്തം എബ്രായ വിശ്വാസ സമൂഹം പിന്മാറ്റത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ഇവർ പിന്മാറ്റത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ ഈ പിന്മാറ്റത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഈ ജനത്തിന് ധന്യനായ പൗലോസ്ലീഹ നൽകുന്ന അതിപ്രധാനമായ 5 മുന്നറിയിപ്പുകളുണ്ട്. ഒന്നാമത്തെ മുന്നറിയിപ്പ് 2-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 4-ാമത്തെ വാക്യം വരെയാണ്. അവിടെ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയുമെന്നാണ് ചോദിക്കുന്നത്. 2-ാമത്തെ മുന്നറിയിപ്പ് 3-ാം അധ്യായം 7-ാമത്തെ വാക്യം മുതലാണ്. ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത് എന്നവിടെ പറയുന്നുണ്ട്. 3-ാമത്തെ മുന്നറിയിപ്പ് 6-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നതാ. വിശേഷിച്ച് 4-ാമത്തെ വാക്യമൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരാണെന്ന്, അവന് ലോകാപവാദം വരുത്തുന്നവരാണെന്ന്, അവരെ മാനസാന്തരത്തിലേക്ക് പിന്നെയും പുതുക്കിക്കൊണ്ടുവരുവാൻ കഴിയത്തില്ല എന്നും അവിടെ നമ്മൾ കാണുന്നുണ്ട്. 4-ാമത്തെ മുന്നറിയിപ്പാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചിന്തയ്ക്കകത്തുള്ളത്. അതിൽ എല്ലാം ഒന്നും പറയാനായിട്ട് എൻ്റെ മുമ്പിൽ നേരമില്ല. സത്യത്തിൽ ആ മുന്നറിയിപ്പ് ആരംഭിക്കുന്നത് അതിൻ്റെ 26-ാമത്തെ വാക്യത്തിലാണ്. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗം ശേഷിക്കുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ അങ്ങോട്ട് തുടങ്ങി വരുന്ന മുന്നറിയിപ്പാണ് 4-ാമത്തെ മുന്നറിയിപ്പ്. 5-ാമത്തെ മുന്നറിയിപ്പ് 12-ാം അധ്യായം 25-ാമത്തെ വാക്യം തൊട്ട് അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവീൻ എന്ന് അവിടെ പറയുന്നത് നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെ 5 മുന്നറിയിപ്പുകൾ. ഈ 5 മുന്നറിയിപ്പുകളിൽ 4-ാമത്തെ മുന്നറിയിപ്പാണ് നമ്മുടെ ചിന്തയിലുള്ളത്. അതിലൊറ്റ ഭാഗമേ പറയുന്നുള്ളൂ. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അവിടെ ആ ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കണം. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, ഒന്നുകൂടെ പറഞ്ഞാൽ ഫുൾ ഗോസ്പൽ കിട്ടിയ ശേഷം, മനഃപൂർവം എന്ന് പറയുമ്പോൾ വിൽഫുള്ളി, തീരുമാനപൂർവം, ഇച്ഛാപൂർണതയോടെ എന്നൊക്കെ അർത്ഥം. ഇംഗ്ലീഷ് പരിഭാഷയും കൂടെ കാണിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വിൽഫുള്ളി, തീരുമാനപൂർവം പാപം ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടം പാപത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ പറയുന്നു, എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
ഇനി അവനെക്കുറിച്ച് പറയുക, പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ഇനി വാക്യത്തിന്റെ വിശദീകരണം നടത്തുമ്പം നിങ്ങൾ ആദ്യത്തെ പദം ശ്രദ്ധിച്ചോ, എന്നാൽ എന്നാണ്. ഞാൻ കുറച്ചുകൂടെ ചടുലമായിട്ടാണ് കൺവെൻഷനൊക്കെ പ്രസംഗിക്കുന്നത്. എന്നാൽ ഈ ഹാള് ഇങ്ങനെ ആയതുകൊണ്ടും ഒരു പക്ഷെങ്കിൽ ശബ്ദത്തിൻ്റെ അവ്യക്തത ഒരൊറ്റ മനുഷ്യന് പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർബന്ധം കൊണ്ടും ഈ വിഷയത്തിൻ്റെ സവിശേഷത കൊണ്ടും വളരെ ശാന്തമായി നിങ്ങളുമായിട്ട് ഈ വിഷയം പങ്കുവെക്കുക. നിങ്ങൾ എന്നോടൊപ്പം പരമാവധി വരണം. ഈച്ചോട് മോണിറ്റർ തന്നേരെ. സ്തോത്രം. അപ്പൊ എന്നാൽ, ഈ എന്നാൽ എന്ന് പറയുന്ന ഈ പദമുണ്ടല്ലോ, ഇതിനെ വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രത്തിൽ വിളിക്കാൻ കഴിയുന്ന പേര് ബ്രിഡ്ജ് വേർഡ് എന്നാണ്. ബ്രിഡ്ജ് വേർഡ്. ഇതിന് സമാനമായി പല ബ്രിഡ്ജ് വേർഡുകൾ ഉണ്ട് ന്യൂ ടെസ്റ്റ്മെന്റിൽ. ആകയാൽ, അതുകൊണ്ട്, എങ്കിലും, എന്നാൽ ഇതെല്ലാം ബ്രിഡ്ജ് വേർഡുകളാണ്. എന്തിനാണ് ബ്രിഡ്ജ്? കണക്റ്റിംഗ് ആണ് ബ്രിഡ്ജ്. ഒരു കരയെ മറുകരയുമായി കണക്ട് ചെയ്യുന്നതാണ് ബ്രിഡ്ജ്. ഇതുപോലെ ഒരു വാക്യത്തിന്റെ ആരംഭത്തിലോ ഒരു ചാപ്റ്ററിന്റെ ആരംഭത്തിലോ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് വേർഡ് വന്നാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? ഈ വാക്യത്തിന്റെ അർത്ഥപൂർണത ഇതിലല്ല, അതിന് തൊട്ടു മുൻപുള്ള വാക്യത്തിലോ ചാപ്റ്ററിലോ ആണെന്നൊക്കെയാണ്. എന്നാൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ 37-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. ഇനിയും എത്രയും ഞാൻ പറഞ്ഞുകൊള്ളാം, അത്യാവശ്യം വായിക്കേണ്ട വാക്യം വായിച്ചാൽ മതി. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എല്ലാവരും കൂടെ ഒന്ന് സജീവമായിട്ട് സഹകരിച്ചോണം കേട്ടോ. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അതൊരു പ്രത്യേക പദപ്രയോഗമായിട്ട് നമുക്ക് തോന്നാം. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട്. അത് വാസ്തവത്തിൽ നമ്മൾ ഇംഗ്ലീഷ് പരിഭാഷയിലേക്ക് പോകുമ്പോഴാ അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ദ പാഷൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു പരിഭാഷയുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഫോർ സൂൺ ആൻഡ് വെരി സൂൺ the one who is appearing will come without delay. For soon and very soon. അതിൻ്റെ ആ സമയത്തിൻ്റെ വേഗത, ആ സമയത്തിൻ്റെ ആ സാമീപ്യം, അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പദം. ഫോർ സൂൺ ആൻഡ് വെരി സൂൺ. വളരെ അടുക്കൽ വരുവാനുള്ളവൻ വരും. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നിട്ടാണ് പറയുന്നത്, നമ്മൾ വരുവാനുള്ളവനെ കാത്തിരിക്കുന്നവരായതുകൊണ്ട്, മുമ്പേ പറഞ്ഞതുപോലെ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചിട്ടും പാപം ചെയ്തു പോകുന്നവരെ പോലെ നമ്മൾ പാപം ചെയ്തു പോകുകയല്ല. വരുവാനുള്ളവനെ കാത്തിരിക്കുന്ന എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അവിടെ ഒരു കൊച്ചു ചോദ്യം ചോദിക്കാനുണ്ട്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുമ്പോൾ നീതിമാന്മാരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇന്ന് രാത്രി ഇവിടെ നീതിമാന്മാരായിട്ട് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ എനിക്ക് ആ നീതിമാനെ ഒന്ന് കാണണം. ആ കൈ ഒന്ന് നോക്കിക്കോ. ഒരൊറ്റ നീതിമാൻ ഇവിടെ കാണി ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിയട്ടെ. ഇല്ല, ഒരൊറ്റ നീതിമാനും ഇല്ല. നമ്മളങ്ങനെ പറയുന്നതിന്റെ കാരണം എന്നാ? നീതിമാൻ ആരുമില്ലെന്ന് പറയാനുള്ള കാരണം എന്നാ? അതാണ് വിഷയം. ബൈബിൾ പറയുന്നു നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. എന്നാൽ ഞാനത് തിരുത്താൻ പോവാ. അത് നമ്മളെക്കുറിച്ച് പറഞ്ഞതല്ല, അത് ന്യായപ്രമാണത്തിലുള്ളവരോട് പറഞ്ഞതാ. നിങ്ങൾക്ക് കൺഫ്യൂഷനായി കാണും. കൺഫ്യൂഷൻ വേണ്ട. റോമാലേഖനത്തിലേക്ക് വന്നേ. 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിച്ചേ. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അതാണ് അവിടുത്തെ വിഷയം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ പറയുന്നത് നീതിമാൻ ആരും ഇല്ലെന്ന്. താഴോട്ട് നിങ്ങൾ വായിക്കുമ്പം ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല,
ഒരുത്തം പോലും ഇല്ല. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. ആഹാ, അതാ ഞാൻ പറഞ്ഞേ. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല എന്ന് പറഞ്ഞത് ആരാ? ഒന്ന് പറഞ്ഞു. പുറകിലിരിക്കുന്നവർ കേക്കാമല്ലോ അല്ലേ? അപ്പൊ ഒന്ന് പറഞ്ഞു. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല എന്ന് പറഞ്ഞത് ആരാ? ന്യായപ്രമാണം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, 19-ാമത്തെ വാക്യം കാണിച്ചില്ലേ? ന്യായപ്രമാണം പറയുന്നതല്ല, ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അടുത്ത വാക്ക്, അങ്ങനെ ഏതുവായും അടഞ്ഞ് സർവലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരേണ്ടതത്രേ. അതുകൊണ്ടാണ് ന്യായപ്രമാണം പറഞ്ഞത് നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. കാരണം ഏതുവായും അടയണം, ഏതുവായും അടഞ്ഞിട്ട് സർവലോകവും ശിക്ഷായോഗ്യരായി തീരണം. അതുകൊണ്ട് ന്യായപ്രമാണം പറഞ്ഞേ നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. എന്നാൽ 21-ാമത്തെ വാക്യം കണ്ടോ? ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. കണ്ടോ? ഇപ്പോഴോ. അപ്പോ ഇപ്പോഴോ എന്ന പദം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴോ എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. ഇപ്പോഴോ അപ്പോഴോ ഇത് രണ്ടും രണ്ട് കാലമാണ്. അപ്പോഴോ ന്യായപ്രമാണം, അപ്പോഴോ ആ ന്യായപ്രമാണം പറഞ്ഞു നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. എന്നാൽ ഇപ്പോഴോ എന്ന് പറയുമ്പോ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം തൊട്ട് ഇങ്ങോട്ടുള്ള കാലമാ ഇപ്പോഴോ. നിങ്ങളുടെ വാക്കുണ്ടോ? ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ മരണം തൊട്ട് ഇങ്ങോട്ട് ദൈവത്തിന്റെ നീതി, വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. അവിടെ നിങ്ങൾ ഈ നീതിമാൻ എന്ന് പറയുന്ന ആ പദത്തെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചോണം കേട്ടോ. നീതിമാൻ എന്ന് പറയുമ്പോൾ ഡിഖൈയോസ് എന്ന് പറയുന്ന പദമാണ് അതിന് ഉപയോഗിക്കുന്നത്. ഡിഖൈയോസ് എന്ന് പറയുമ്പോൾ റൈച്ചസ്, അപ്രൈറ്റ്, ഇന്നസെന്റ്, ഫോൾട്ട്ലെസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആരാണ് നീതിമാൻ? അപ്രൈറ്റ് ആണ് നീതിമാൻ, ഫോൾട്ട്ലെസ് ആണ് നീതിമാൻ, ഇന്നസെന്റ് ആണ് നീതിമാൻ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിനകത്തേക്ക് നമ്മൾ കയറുമ്പോ നമ്മളെ ദൈവം ഡിഖൈയോസ് ആക്കുകയാണ്, നമ്മളെ അപ്രൈറ്റ് ആക്കുകയാണ്. ഇതെങ്ങനെയാണ് എന്ന് ഞാൻ പറയാം, എന്നോടൊപ്പം വരണം. 3-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം, എന്നോടൊപ്പം വരണേ, ഒന്നുകൂടെ ഞാൻ ആ വാക്യം പറയാം. എങ്ങനെയാ? അവന്റെ കൃപയാൽ. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. അവന്റെ കൃപയാൽ. അവിടെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മള് പകലോമറ്റം കുടുംബത്തിൽപ്പെട്ടത് കൊണ്ടല്ല നമുക്ക് മാറ്റം വരുന്നത്. നമ്മള് ശങ്കരാപുരിക്കാരായത് കൊണ്ടല്ല മാറ്റം വരുന്നത്. പകലോമറ്റം ശങ്കരാപുരി എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാകത്തില്ല, ചിലർക്ക് മനസ്സിലാകും. അറിയത്തില്ലേ, തോമസ് ലീഗ ഇന്ത്യയിൽ വന്നപ്പോൾ ആദ്യം സ്നാനപ്പെടുത്തിയ 4 ബ്രാഹ്മിൺ കുടുംബങ്ങളാണ് കാളിയാങ്കൽ, ശങ്കരാപുരി, പകലോമറ്റം. അതുകൊണ്ടൊന്നും അല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ രക്ഷിക്കപ്പെട്ടത്, അവന്റെ കൃപയാൽ. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞു എന്നാ? നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഒറ്റ കാരണം കൊണ്ട്, അവന്റെ. ഒന്നുകൂടെ പറഞ്ഞ് ശബ്ദം ഉയർത്തി. വേറൊന്നും പറയാനില്ല, നമ്മുടെ ഒരു മെറിറ്റും ഇല്ല, അവന്റെ കൃപയാൽ. അടുത്ത വാക്കുണ്ടോ? ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം. ആ വീണ്ടെടുപ്പെന്ന് പറയുന്ന ആ പദത്തെ ഒന്ന് വിശകലനം ചെയ്യണം. വീണ്ടെടുപ്പ് ആ ഓർഡറിൽ എന്നാലേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. വീണ്ടെടുപ്പ്. ഈ
വീണ്ടെടുപ്പ് എന്ന് പറയുന്ന പദം, ഞാനതിൻ്റെ എല്ലാ പദങ്ങളെയും അങ്ങ് വിശദീകരിക്കുന്നൊന്നുമില്ല. ലൂട്രോ, അഗാറസോ, എക്സാഗറസോ, ആ പദങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഈ വീണ്ടെടുപ്പിനെ രണ്ടു വിധത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒന്ന്, ആത്മാവിൻ്റെ വീണ്ടെടുപ്പ്. രണ്ട്, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. എന്താണ് ഈ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്? എഫേസ്യ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ് ആത്മാവിൻ്റെ വീണ്ടെടുപ്പ്. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പൊ നമ്മുടെ അതിക്രമങ്ങൾ, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ ഇനിക്വിറ്റീസ് മോചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മോചനത്തെ വിളിക്കുന്ന പേരാ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ്. രക്ഷിക്കപ്പെട്ടവര് മാത്രം ആ കരം ഒന്ന് ഉയർത്തിക്കുകയും, രക്ഷിക്കപ്പെട്ടവര് മാത്രം. വെരി ഗുഡ്. രക്ഷിക്കപ്പെട്ട എല്ലാവരോടും ഞാൻ പറയാം, നമ്മളിൽ വീണ്ടെടുപ്പിന്റെ 1-ാമത്തെ ഘട്ടം കഴിഞ്ഞു. ഏതാ? ആത്മാവിന്റെ വീണ്ടെടുപ്പ്. നമ്മുടെ എല്ലാവരുടെയും ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടതാ. ഈ മുട്ടം ഗീവർഗീസ് അപ്പിച്ചൻ പാടിയ ഒരു പാട്ടുണ്ടല്ലോ, നമ്മളൊക്കെ തുടർച്ചയായിട്ട് പാടുന്ന ഒരു പാട്ടാ, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്ന് രക്ഷകന്റെ വേല ചെയ്യുക. അപ്പൊ നമ്മൾ ആരാ? വീണ്ടെടുക്കപ്പെട്ട കൂട്ടം. എല്ലാരും കൂടെ പറഞ്ഞേ, നമ്മൾ ആരാ? വീണ്ടെടുക്കപ്പെട്ട കൂട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞു എന്നാണ്. നമ്മുടെ ആത്മാവിനെ കർത്താവ് വീണ്ടെടുത്തു. സ്തോത്രം. ഞാൻ ആ വീണ്ടെടുപ്പിന്റെ എല്ലാ വിശദീകരണങ്ങളും നടത്തുന്നില്ല, മനസ്സിലാക്കാൻ വേണ്ടി അത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടന്നു. ഇനിയും നമ്മളൊരു വീണ്ടെടുപ്പ് കാത്തിരിക്കുകയാണ്. അതാണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. അങ്ങനെ നമ്മൾ പാടുന്നുണ്ട്, വീണ്ടെടുപ്പിൻ നാളെടുത്തിതാ, മാറ്റൊലിഞ്ഞാൻ കേട്ടിടുന്നിതാ. അപ്പോ വേറൊരു വീണ്ടെടുപ്പ് വരാൻ പോകുന്നെന്ന്. ഒന്ന്, നമ്മൾ ഓൾറെഡി വീണ്ടെടുക്കപ്പെട്ടു, അത് ആത്മാവിന്റെ വീണ്ടെടുപ്പാ. രണ്ട്, ഇനി ഒരു വീണ്ടെടുപ്പ് വരാനിരിക്കുക, അത് ആത്മാവിൻ്റെതല്ല, ശരീരത്തിൻ്റെതാണ്. ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാലേ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ തലയിലോട്ട് നോക്കിയാൽ ഒരു സോൾട്ട് ആൻഡ് പെപ്പർ സ്റ്റൈലാണ്. പാതി നരയും പാതി കറുപ്പും, അങ്ങനെയാ, പാതി വെളുപ്പും പാതി കറുപ്പും. ഇവിടാണ് ചിലരുടെ ഒന്നും തല മുടിയേയില്ല. ഞാൻ പറഞ്ഞത് ഈ നരയുടെയും കഷണ്ടിയുടെയും രോഗത്തിൻ്റെയും മരണത്തിൻ്റെ എല്ലാം കാരണമുണ്ടല്ലോ, നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെടാത്തത് കൊണ്ടാ. നമ്മുടെ ശരീരം എത്രയും വേഗം വീണ്ടെടുക്കപ്പെടാൻ പോവുകയാണ്. അതെപ്പോഴാണെന്നറിയാമോ? നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമല്ലേ, ഒരുമിച്ചൊന്ന് പറഞ്ഞേ, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ മരിച്ചവർക്ക് സംഭവിക്കുന്ന റിസറക്ഷനിലും ജീവനോട് ശേഷിക്കുന്നവരായ നമുക്ക് സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷനിലുമാണ്. രാമേ പറഞ്ഞാട്ടെ. ആ, പിടികിട്ടുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത. മരിച്ചവർക്ക് റിസറക്ഷൻ. ഈ റിസറക്ഷൻ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, അനാസ്റ്റസീസ് എന്ന പദമാണ് അതിന് ഉപയോഗിക്കുന്നത്. അനാസ്റ്റസീസ്. ഈ അനാസ്റ്റസീസ് എന്ന് പറഞ്ഞാൽ ശരീരം വിട്ടുപോയ ആത്മാവും ആത്മാവില്ലാത്ത ശരീരവും വീണ്ടും ഒന്നാകും. പിടികിട്ടിയോ? ഒന്നുകൂടെ പറയാം. ശരീരം വിട്ടുപോയ ആത്മാവ്. ഒരാൾ മരിച്ചാൽ അയാളുടെ ആത്മാവ് എവിടാ? കൊലോസ്യ ലേഖനം 3:3, നാം മരിച്ച നമ്മുടെ ജീവൻ ദൈവത്തോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പൊ ആത്മാവ് ദൈവത്തിലാ, ശരീരം കല്ലറയിലുമാ. റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ആത്മാവ് ഇങ്ങോട്ട് വന്നിട്ട് ഈ ശരീരത്തിൽ വീണ്ടും വ്യാപരിച്ചിട്ട് ഈ ശരീരം കല്ലറയിൽ നിന്ന് ഉയർക്കും. അതാണ് റിസറക്ഷൻ. ട്രാൻസ്ഫോർമേഷൻ എന്താണ്? നമ്മുടെ ഈ ശരീരം ഉണ്ടല്ലോ,
ഈ ശരീരം മണ്ണിൽ നിന്ന് എടുത്തതാ, ഇത് മണ്ണുകൊണ്ട് പരിപോഷിപ്പിക്കപ്പെടുന്നതാ. മനസ്സിലായോ? അങ്ങനെ പറ്റത്തുള്ളൂ. സ്തോത്രം. മണ്ണുകൊണ്ട് പരിപോഷിപ്പിക്കപ്പെടുന്നതാ. അപ്പൊ ഈ ശരീരത്തിന് സ്വർഗത്തിൽ ജീവിക്കാൻ കഴിയത്തക്ക വിധത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. അതാണ് ട്രാൻസ്ഫോർമേഷൻ, അതാണ് രൂപാന്തരം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയരെ, ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് മാറ്റം ഉണ്ടായാൽ പിന്നെ രോഗം നമ്മെ തൊടത്തില്ല, മരണം നമ്മെ തൊടത്തില്ല. രാമേ പറഞ്ഞാട്ടെ. ജരാനരകൾ നമ്മളെ ബാധിക്കത്തില്ല. പാപത്തെ പേടിക്കണ്ട, പിശാചിനെ ഭയപ്പെടേണ്ട. ഈ ലോകത്തിലുള്ള സർവത്തെയും ജയിച്ചവരായി നമ്മളങ്ങ് മാറുക. ഇതാണ് വീണ്ടെടുപ്പിന്റെ 2 ഘട്ടമെന്ന് പറയുന്നത്, ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. അപ്പൊ ഇവിടെ വായിക്കുന്നു, അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം, അടുത്ത വാക്ക് കണ്ടോ, സൗജന്യമായിട്ടാണ് നീതീകരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീതീകരണത്തിന് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട. അർപ്പണങ്ങൾ വേണ്ട, തർപ്പണങ്ങൾ വേണ്ട, യാഗങ്ങൾ വേണ്ട, തീർത്ഥയാത്രകൾ വേണ്ട, കർമ്മങ്ങൾ വേണ്ട, ഒന്നും വേണ്ട. സൗജന്യമായി നീതീകരിക്കപ്പെടുക. 24-ാമത്തെ വാക്യം അത് അതിൻ്റെ ആ ഒരു റൂട്ടിനെ പറയുന്നതാണ്. വാസ്തവത്തിൽ 25-ാമത്തെ വാക്യമാണ് നീതീകരണം എന്താണെന്ന് പറയാൻ പോകുന്നത്. ആ വാക്യം ശ്രദ്ധിച്ച്, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അടുത്ത വാക്ക്, ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. വല്ലോ മനസ്സിലായോ? മനസ്സിലാകാൻ സാധ്യതയില്ല, ഞാൻ വിശദീകരിക്കാം. എന്നോടൊപ്പം വരണം. എൻ്റെ പ്രിയരെ, നമ്മളൊക്കെ കൊള്ളരുതാത്തവരാ. ബൈബിൾ നമ്മളെ അഭക്തരെന്നാണ് വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. ഈ പാപികളെന്നൊക്കെ പറയുന്നതിനകത്ത് ഗ്രേഡിംഗ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. കാരണം നമ്മുടെ ഇടയിലൊക്കെ കൊടും പാപികളുണ്ട്. ഞാനൊക്കെ പെന്തക്കോസ്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആളായതുകൊണ്ട് വിശുദ്ധ പാപി എന്ന് വേണേൽ വിളിക്കാം. സ്തോത്രം. അത് ഞാൻ ദൈവശാസ്ത്രം ഒന്നും പറഞ്ഞല്ല, എൻ്റെ ഒരു സംഭാഷണ ശൈലി ഞാൻ പറഞ്ഞ വിശുദ്ധ പാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, ഞാൻ വലിച്ചിട്ടില്ല, ഞാൻ തിയേറ്ററിൽ പോയൊരു സിനിമ കണ്ടിട്ടില്ല, ചർച്ചിനകത്ത് വളർന്നു. പാസ്റ്ററുടെ അപ്പനായതുകൊണ്ടല്ല, ചർച്ചുമായിട്ട് വളരെ ക്ലോസ്ഡ് ആണ്. ഞങ്ങളുടെ പുരേടത്തിലാണ് ചർച്ച്. അപ്പം അതുകൊണ്ട് സൺഡേ സ്കൂളിലും കോട്ടേജ് മീറ്റിങ്ങിനും ഉപവാസ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും കാത്തിരിപ്പ് കൂട്ടത്തിനും എല്ലാം സംബന്ധിച്ച് ഇങ്ങനെ വന്ന ഒരാളാണ്. പിന്നെ കുറച്ച് കുരുത്തക്കേടുണ്ടായിരുന്നു. അത് ഈ ചർച്ചിനകത്ത് കാണിച്ച കുരുത്തക്കേട്, അതുകൊണ്ട് വിശുദ്ധ കുരുത്തക്കേടെന്ന് വിളിക്കാം. അപ്പം ഞങ്ങളൊക്കെ അങ്ങനെ അങ്ങ് അടിച്ചു കെട്ടി ആ ഒരു ചിട്ടക്കകത്തങ്ങ് വളർന്നു വന്നവരാ. എന്നാൽ ഈ ചില പുള്ളികളൊന്നും അങ്ങനെ അല്ല. ചിലരെയൊക്കെ അങ്ങ് കൊടിയ പാവി എന്നൊക്കെ വിളിക്കുക. ഈ റെനി ജോർജ് ഉണ്ടല്ലോ, മദ്രാസിലെ മോനെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന റെനി ജോർജ്, ഇരട്ട കൊലപാതക കേസിലെ പ്രതിയാ, കരിക്കമ്പില കൊലക്കേസിലെ പ്രതി. അപ്പനെ പോലെ സ്നേഹിച്ച ഒരു പിതാവിനെയും അമ്മയെ പോലെ സ്നേഹിച്ച ഒരു അമ്മയെ അരുംകൊല ചെയ്ത് കളഞ്ഞ കാപാലികനായിരുന്നു റെനി ജോർജ്. സ്തോത്രം. ഇനിയും നിങ്ങൾ ഈ ഗീതാകൃഷ്ണൻ എന്ന് കേട്ടിട്ടുണ്ടോ? തങ്കമണി കൊലക്കേസിലെ പ്രതിയാ. ഈ ഇവിടെയുള്ള ഒരാളാണ് വലപ്പാട് ജോസ്, കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. വലപ്പാട് ജോസ്. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു യോഗത്തിന് പ്രസംഗിക്കാൻ ചെന്നപ്പം അലി എന്ന് പറയുന്ന ഒരാൾ അവിടെ സാക്ഷ്യം പറയാൻ വന്നിരുന്നു. 41 കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിലും വിയൂർ സെൻട്രൽ ജയിലിലും കണ്ണൂർ സെൻട്രൽ ജയിലിലും ശിക്ഷ അനുഭവിച്ച ഒരു തടവ് പുള്ളി. ഇപ്പൊ ഷാരോന്റെ പാസ്റ്റർ 41 കേസിൽ പിടിക്കപ്പെട്ടയാളാണ്. പിടിക്കപ്പെടാത്ത എത്ര കേസുണ്ടെന്ന് അദ്ദേഹത്തിനെ അറിയത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കൊടിയ ഭാവികളാകട്ടെ
ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെ പോലെയുള്ള വിശുദ്ധ പാപികളാകട്ടെ, പാപികളെല്ലാം പാപികളാണ്. ഈ പാപി ആരുമാകട്ടെ, 45 വയസ്സിലാകട്ടെ, 50-ലാകട്ടെ, 60-ലാകട്ടെ, 20-ലാകട്ടെ, 30-ലാകട്ടെ, ഏത് പ്രായത്തിലാകട്ടെ, ഏത് സമയത്താകട്ടെ, അവൻ യേശുവിൻ്റെ അടുക്കൽ ചെന്ന്, യേശുവേ ഞാനൊരു പാപിയാണ് എന്ന് പറയുമ്പോൾ എന്നാ സംഭവിക്കുന്നതെന്നറിയാമോ? ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപത്തെ ശിക്ഷിക്കാതങ്ങ് വിടുക. ദൈവത്തിന്റെ പൊറുമ എന്ന വാക്കുണ്ടല്ലോ, പൊറുമ, ദൈവത്തിന്റെ ക്ഷമ എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ ക്ഷമയിൽ മുൻകഴിഞ്ഞ പാപത്തെ കർത്താവ് എന്ത് ചെയ്യുക? ശിക്ഷിക്കാതങ്ങ് വിടുക. എന്ന് പറഞ്ഞാൽ നീ എന്തിനാ അത് ചെയ്തെന്ന് ചോദ്യമില്ല. കള്ള പകയാ, നീ അതൊക്കെ ഒപ്പിച്ചോ എന്നൊരു ചോദ്യമൊന്നും ഇവിടെ ഇല്ല. യേശുവേ ഞാൻ പാപിയാണ് എന്നൊരുത്തം പറഞ്ഞു പോയാൽ യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത രക്തം 25-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുക. അതിലെ എല്ലാം സംഭവിക്കുന്നത് ആ വാക്ക് കണ്ടോണം, പ്രായശ്ചിത്തം. പ്രായശ്ചിത്തം, പ്രായശ്ചിത്തമായവനെ പരസ്യമായി നിർത്തിയിരിക്കുക. നിങ്ങൾ കേൾക്കണം, യേശുവിന്റെ മരണം പകരമായിട്ടുള്ള മരണമാണ്. വിക്കേറിയസ് ഡെത്ത് എന്നാണ് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ആരാണ് മരിക്കേണ്ടത്? ആരാണ് മരിക്കേണ്ടത്? ഞാനാണ് മരിക്കേണ്ടത്. ആരാ മരിക്കേണ്ടത്? റെജിയാണ് മരിക്കേണ്ടത്. ആരാണ് മരിക്കേണ്ടത്? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് മരിക്കേണ്ടത്. ആരാണ് മരിക്കേണ്ടത്? സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരുമാണ് മരിക്കേണ്ടത്. പക്ഷെ നമുക്ക് പകരമായി സബ്സ്റ്റിറ്റ്യൂട്ടായി യേശു മരിച്ചു. ഹല്ലേലൂയ. ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുക, പ്രായശ്ചിത്തമായി കർത്താവിനെ നിർത്തിയിരിക്കുക. ഒരാമേൻ പറഞ്ഞാട്ടെ. അവിടുന്ന് പരസ്യമായി സകല മനുഷ്യർക്കും പ്രായശ്ചിത്തമായി അവിടെ നിൽക്കുന്നത് കൊണ്ട് ഏതു പാപിക്കും പകരക്കാരനായി കർത്താവ് നിൽക്കുന്നത് കൊണ്ട് ഈ പാപി യേശുവിന്റെ അടുക്കൽ ചെന്ന്, യേശുവേ ഞാൻ പാപിയാണ് എന്നുറക്കെ പറഞ്ഞാൽ ദൈവത്തിന്റെ ആ ക്ഷമയിൽ, ദൈവത്തിന്റെ പൊറുമയിൽ അവന്റെ പാപത്തെ ശിക്ഷിക്കാതെ അങ്ങ് വിടുക. രാമൻ പറഞ്ഞാട്ടെ. എനിക്ക് എഴുതിയ ഒരു പേപ്പർ തരോ? കീറണ്ട, അതിങ്ങൊന്നും മതി. സ്തോത്രം. ഒരു സൈഡ് എഴുതിയത് ഒരു സൈഡ് അത് നിന്നട്ടെ. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാമോ എന്ന് എനിക്ക് അറിയത്തില്ല. ജസ്റ്റിഫിക്കേഷൻ എന്താന്ന് പറയാൻ പോവാ. ശ്രദ്ധിച്ചോണേ, കാണാമോ? ഈ പേപ്പറിൽ എഴുതിയതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടല്ലോ. ഇതുപോലാണ് പാപി കേട്ടോ. അവൻ യേശുവിന്റെ അടുക്കൽ വരുമ്പോ പാപമെല്ലാം ഇവന് പതിഞ്ഞിരിക്കുക. യേശുവിന്റെ അടുക്കൽ വരുമ്പോ മഹാപാപിയ, പാപമെല്ലാം ഇവനിൽ പതിഞ്ഞിരിക്കുക. പക്ഷേ യേശുവിന്റെ രക്തം ഇവന്റെ മേൽ അങ്ങോട്ട് വീണ് കഴിയുമ്പോ ഉണ്ടല്ലോ, ഇതുപോലെ അങ്ങ് ആക്കുക. മനസ്സിലായോ? പാപം ചെയ്തവനെ പാപമേ ചെയ്യാത്ത ഒരുത്തനെ പോലെ അങ്ങ് ആക്കുക. പിടികിട്ടിയോ? അതിൽ കൂടുതൽ അത് പറഞ്ഞു തരാൻ എനിക്കും അറിയത്തില്ല. ഒന്നുകൂടെ പറയാം. പാപം ചെയ്തവനാണ്, പക്ഷെ യേശുവിന്റെ അടുക്കൽ വന്നപ്പോ ഈ പ്രായശ്ചിത്ത രക്തം അവന്റെ മേൽ വീണിട്ട് അവൻ പാപമേ ചെയ്യാത്ത ഒരുവനെ പോലെ അങ്ങ് മാറി. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. രക്തത്താൽ അവനെ അങ്ങ് കഴുകി. പിടികിട്ടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നേ. രക്തത്താൽ അവനെ കഴുകി. നമ്മൾ ഒരുമിച്ച് അവസാനം ഒന്ന് പാടണം. ഇപ്പൊ ഞാൻ 2-3 പാട്ട് ഇടയ്ക്ക് പാടും. ഹല്ലേലൂയ. നമുക്കറിയാവുന്ന ഒരു പഴയ പാട്ടുണ്ടല്ലോ. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, ഹീമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി, കുളിച്ചു കുഞ്ഞാട്ടിൻ രക്തത്തിൽ, കുളിച്ചോ കുഞ്ഞാട്ടിൻ
ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോ നിഷ്കളങ്കമോ നിന്നെങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ശരിക്കും ഈ രക്തത്തിൽ നമ്മളെ അങ്ങ് കഴുകുക. പിടികിട്ടുന്നുണ്ടോ? കഴുകിയിട്ടുണ്ടല്ലോ, പാപമേ ചെയ്യാത്ത ഒരാളെ പോലെ അങ്ങ് മാറ്റുക. സ്തോത്രം. ഈ പോഡിയത്തിന്റെ ഫ്രണ്ടിലെ ചർച്ച് ഓഫ് ഗോഡ് എന്ന ഒരു പേരും ഒരു എംബ്ലവും അതിന്റെ ഒരു കാലമൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് മറയ്ക്കാം. എങ്ങനെയാണെന്നറിയോ? പെയിന്റ് ചെയ്താൽ മതി. പെയിന്റ് ചെയ്താൽ മതി. പാപക്ഷമ ഇതുപോലല്ല. എന്നിട്ട് കേൾക്കണം, നീതീകരണം ഇതുപോലല്ല. ഇത് പെയിന്റ് ചെയ്താൽ മറയും. പക്ഷെ പെയിന്റിനകത്ത് ഈ നെയിം ഉണ്ടായിരിക്കും. പാപക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ പാപത്തെ കർത്താവ് മറയ്ക്കുവല്ല, നമ്മുടെ പാപത്തെ കർത്താവ് മായിക്കുക. പിടികിട്ടുന്നുണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ടെ. പാപം മറയ്ക്കുകയല്ല, പാപം മായിക്കുക. യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട്. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായിച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഇനിയും ഓർക്കത്തുമില്ല. ഏതെങ്കിലും പാപം ചെയ്തിട്ട് പാപക്ഷമ പ്രാപിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഈ വാക്യം കേൾക്കണം. നിങ്ങൾക്ക് തന്ന പാപക്ഷമ അത് മറച്ചെന്നല്ല അതിന്റെ അർത്ഥം. എനിക്കിത് ഈ ടവല് കൊണ്ട് മറക്കത്തില്ലേ പ്രിയരെ? ഇതുപോലെ മറക്കുകയല്ല, മറച്ചത് വേണം നീക്കാം. മറക്കുകയല്ല, മായ്ക്കുക. മായ്ക്കുക, മായ്ക്കുക. അതുകൊണ്ട് പറയുന്നത് I am the one who wipes away all your sins. ദൈവം അതിനെ വൈപ്പ് ഔട്ട് ചെയ്യുകയാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ എന്തു പാപം ചെയ്താലും നിങ്ങളുടെ മേൽ പകരപ്പെട്ട പ്രായശ്ചിത്ത രക്തത്താൽ യേശുക്രിസ്തു നിങ്ങളുടെ മുഴുവൻ പാപങ്ങളെയും വൈപ്പ് ഔട്ട് ചെയ്തു. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴുകി കഴുകി കഴുകി. ഒന്നുകൂടെ ഞാൻ പറയാം, എന്നാ കഴുകി, നമ്മുടെ പാപത്തെ കഴുകി. വേറൊരു വാക്യം കൂടെ ഞാൻ പറയാം. യെശയ്യാപ്രവചനം 44 ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു. മറക്കുകയല്ല, മറക്കുകയല്ല. പാപക്ഷമ എന്ന് പറഞ്ഞാൽ അതിനെ മായ്ക്കുക. അതുകൊണ്ടാ ചോദിക്കുന്നത്, ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? എടാ, കുറ്റം വിധിക്കാൻ നീ ഇത് വായിച്ചിട്ട് വേണ്ടേ? വായിക്കാൻ പറ്റത്തില്ല. അവിടുന്ന് മായ്ക്കുക. വായിക്കാൻ ഒക്കാത്ത വിധത്തിൽ, വീണ്ടും വായിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിൽ അതിനെ മായ്ച്ചു കളയുക. ഒരാമേൻ പറഞ്ഞാട്ടെ. അതാ ഞാൻ പറഞ്ഞത്, പാപം ചെയ്തവനെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് കഴിഞ്ഞാൽ പാപമേ ചെയ്യാത്ത ഒരുവനെ പോലെ ആക്കുക. മനസ്സിലാകുന്നുണ്ടെങ്കിൽ കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചാട്ടെ. ശരിക്കും ഇത് പറയുന്ന വളരെ മനോഹരമായ ഒരു പാട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. ക്രൂശിൻ മറവിൽ ഞാൻ വരുന്നീതാ എന്നെ
ശുദ്ധമാക്കിയിടുക നീ രക്ഷക. പാപക്കറ നീക്കി ഊനമെല്ലാം പോക്കി ജീവനദി എന്നിൽ ഒഴുക്കുക ഇപ്പോൾ. പാപക്കറ നീക്കി ഊനമെല്ലാം പോക്കി ജീവനദി എന്നിൽ ഒഴുക്കുക ഇപ്പോൾ. തുറന്ന ചങ്കിലെ ചോരയാൽ എന്നെ കഴുകുക ഞാനും നിന്നെ നേടുവാ. ജീവമന്നേകി പുതുക്കത്തോടെന്നെ നടത്തുക നന്നായി നിന്റെ ഗീതം പോലെ. ക്രൂശിൻ മറവിൽ ഞാൻ വരുന്നീതാ എന്നെ ശുദ്ധമാക്കിയിടുക നീ രക്ഷക. തുറന്ന ചങ്കിലെ ചോരയാൽ നമ്മെ അങ്ങ് മുറ്റും കഴുകുകയാണെന്ന്. പാപം ചെയ്ത നമ്മളെ പാപമേ ചെയ്യാത്ത ഒരു വ്യക്തിയെ പോലെ ആക്കി. കേട്ടോ? സ്വോത്രം സ്വോത്രം സ്വോത്രം. നമ്മൾ ആരായിരുന്നു? നമ്മൾ ആരായിരുന്നു? ഉച്ചത്തിൽ പറഞ്ഞു, നമ്മൾ ആരായിരുന്നു? പാപികളായിരുന്നു. സ്വോത്രം. എനിക്കിങ്ങനെ ഈ നല്ല അന്തരീക്ഷമാണ് ഉണ്ടല്ലോ, ഈ വിഷയാധിഷ്ഠിതമായി പാട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കും. സ്വോത്രം. പക്ഷെ ഞാൻ ഒരുപാട് പാടത്തില്ല. പാടിയാൽ ചിലപ്പോൾ ആളുകൾ പറയും, ഓ പുള്ളി പ്രസംഗിക്കാൻ വന്നിട്ട് പ്രസംഗിച്ചില്ല, മൊത്തം പാടുമായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം. ഈ അരമണിക്കൂറത്തെ പ്രസംഗത്തെക്കാൾ റിസൾട്ട് ഉണ്ടാക്കും 2 ലൈൻ പാട്ട്. ആശയം പെട്ടെന്ന് അങ്ങ് അകത്തോട്ടങ്ങ് കയറും. അപ്പൊ നമ്മൾ പാപികളായിരുന്നെന്ന്. നമ്മൾ പാപികളായിരുന്നു. അങ്ങനെ ഒരു പാട്ടുണ്ട്, പാപികളും ദ്രോഹികളുമായ നരവർഗത്തെ വീണ്ടെടുപ്പാൻ എന്തു കഷ്ടം സഹിച്ചു നീ. നമ്മൾ ആരായിരുന്നു? പാപികള്. നമ്മൾ ആരായിരുന്നു? ദോഷികള്, ദ്രോഹികള്, കൊള്ളരുതാത്തവര്. പക്ഷെ ആ നമ്മുടെ പാപത്തെ ആ പ്രായശ്ചിത്ത രക്തം കഴുകി അതിനെ മായ്ച്ചു. ഇപ്പൊ ഇല്ല അതവിടെ. ഒരാമയും പറഞ്ഞോ. എനിക്കവിടെ ഇഷ്ടപ്പെട്ട അടുത്തൊരു പ്രയോഗമുണ്ട്. 25-ാമത്തെ വാക്യത്തില് ദൈവം അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു. അടുത്ത വാക്കുണ്ടോ? ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. നന്നായിട്ട് ആ വാക്കൊന്ന് കേട്ടെ. നമ്മള് ആദ്യം പറഞ്ഞതുപോലെ പാപികളായിരുന്നു, കൊള്ളരുതാത്തവര്, നമ്മൾ ദോഷികളായിരുന്നു, ദ്രോഹികളായിരുന്നു. പക്ഷെ നമ്മൾ യേശുവിന്റെ അടുക്ക വന്നു. യേശുവിനോട് പറഞ്ഞു, ഞാൻ പാപിയാണ്. യേശുവിന്റെ ആ പ്രായശ്ചിത്ത രക്തം നമ്മുടെ മേൽ ഒഴിച്ചു. നമ്മുടെ പാപത്തെ അവിടുന്ന് മായിച്ചു കളഞ്ഞു. അതുകൊണ്ട് തീർന്നില്ല കേട്ടോ. ഈ വാക്യം പറയുക, നമ്മുടെ മേൽ അവിടുത്തെ നീതിയെ പ്രദർശിപ്പിച്ചു. സ്തോത്രം. ഈ എക്ലീഷിയ ബിൽഡിംഗ് ഉണ്ടല്ലോ, സാറ്റലൈറ്റിന്റെ സഹായത്തോടെ ഇതിന്റെ പിക്ചർ എടുക്കാൻ പറ്റും. സെക്യൂരിറ്റി റീസൺ നിമിത്തം ലൈവ് വീഡിയോ പറ്റത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ പിക്ചർ ക്യാച്ച് ചെയ്യാൻ പറ്റും. GPS-നകത്ത് കയറിയിട്ട് പതുക്കെ 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 ഫോക്കസ് ചെയ്ത് വന്നാൽ പിക്ചർ കിട്ടും, ലൈവ് പിക്ചർ. സ്തോത്രം. ഞാൻ പറയാ, ഇതുപോലെ ഇന്ന് പിതാവാൻ ദൈവം പാപിയായ മനുഷ്യനെ, നീതീകരിക്കപ്പെട്ട നേരത്തെ പാപിയായ മനുഷ്യനെ ന്യായം വിധിക്കാൻ സ്വർഗത്തിൽ നിന്ന് താഴോട്ട് നോക്കി നിന്നിരിക്കട്ടെ. ദൈവം കാണാൻ പോകുന്നത് പാപമല്ല, നമ്മുടെ മേൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന നീതിയാ. സ്തോത്രം. കേൾക്കുന്നുണ്ടോ? ഈ പേര് ഒരു പ്രദർശനമാണ്.
ഇതുപോലെ നമ്മുടെ മേൽ യേശുക്രിസ്തുവിന്റെ നീതി പ്രദർശിപ്പിച്ചിരിക്കുക. എന്നോടൊപ്പം വരണം. നമ്മൾ ആരായിരുന്നു? പാപികളായിരുന്നു, കൊള്ളരുതാത്തവരായിരുന്നു, അഭക്തരായിരുന്നു. രക്തത്താൽ കഴുകി നമ്മുടെ ആ പാപത്തെ അങ്ങ് വെടിപ്പാക്കി മായ്ച്ചു കളഞ്ഞതിന് ഇനി ആർക്കും അത് ഓർപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ, കുറ്റം വിധിക്കാൻ കഴിയാത്ത വിധത്തിൽ അതിനെ മായ്ച്ചു കളഞ്ഞു. തീർന്നില്ല, നമ്മുടെ മേൽ അവിടുത്തെ നീതി പ്രദർശിപ്പിച്ചു. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ നീതിയിലല്ല, നമ്മുടെ മേൽ പ്രദർശിപ്പിക്കപ്പെട്ട അവിടുത്തെ നീതിയിലാണ്. എന്നോട് പോണ്ട കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ മേൽ ഇപ്പോ അവിടുത്തെ നീതി പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുക. ഒന്നുകൂടെ പറഞ്ഞേ, യേശുക്രിസ്തുവിന്റെ നീതി ഇപ്പൊ നമ്മുടെ മേൽ. ഓ, നിങ്ങൾക്ക് അത് ആത്മാവിലൊന്ന് കാണാൻ പറ്റുമോ? കുറ്റബോധവുമായിട്ട് ഇന്ന് രാത്രി പടി കയറി വരുന്ന സാത്താന്യ മണ്ഡലത്തെ യാതൊരുവിധ ഭയവും കൂടാതെ ശാസിച്ച് പുറത്താക്കിക്കൊള്ളണം. പിശാച് എപ്പോഴും നമ്മളോട് പറയുന്നത് എനിക്ക് നിന്റെ പാസ്റ്റ് അറിയാവുന്ന, എന്നാൽ തിരിച്ചടിക്കണം, എനിക്ക് നിന്റെ ഫ്യൂച്ചർ അറിയാം. പിശാചിന് നമ്മുടെ പാസ്റ്റ് അറിയാവുന്ന, നമ്മള് കൊള്ളരുതാത്തവരായിരുന്നെന്ന് അറിയാവുന്ന. പോയി വേറെ പണി നോക്ക്, കർത്താവ് അതിനെ മായിച്ചു കളഞ്ഞു ആ കാലത്തെ. പിശാചിനോട് പറയുക എനിക്ക് നിന്റെ ഫ്യൂച്ചർ അറിയാം. അവന്റെ ഫ്യൂച്ചർ എന്നാ? തീപ്പൊയ്കയാ. ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞു കൊടുക്കണം. ഇങ്ങോട്ട് കുറ്റബോധവുമായിട്ട് കയറി വരുന്ന പുള്ളിയോട് പറയണം, ഇങ്ങോട്ട് കൂടുതൽ വരണ്ട, നിന്റെ ഫ്യൂച്ചർ എനിക്കറിയാം. കേൾക്കുന്നവരുണ്ടെങ്കിൽ ഉച്ചത്തിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ട്. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഒന്ന് പറയാൻ പറ്റുന്നുണ്ടോ? നീതിമാൻ. ഒന്നുകൂടെ പറഞ്ഞേ, എന്നാ? ഒന്നുകൂടെ പറഞ്ഞേ, എങ്ങനെ നീതിമാനായി? എങ്ങനെ നീതിമാനായി? പാപം കഴുകി വെടിപ്പാക്കിയിട്ട് പാപമേ ചെയ്യാത്ത ഒരാളെ പോലെ നമ്മെ ആക്കിയിട്ട് അവിടുത്തെ നീതിയും കൂടെ നമ്മുടെ മേൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അർത്ഥശങ്കയില്ലാതെ പറയണം, ഞാൻ ദൈവത്തിന്റെ നീതിമാനാണ്. ഇന്ന് രാത്രി അങ്ങനെയാണെങ്കിൽ നീതിമാന്മാർ എത്ര പേരുണ്ട്? ഇത്രയും പറഞ്ഞിട്ടും ചില പുള്ളികളുടെ അകത്തോട്ട് ഒന്ന് കേറിയിട്ടില്ല. ഇതിൽ കൂടുതൽ പറയാൻ എന്നെ കൊണ്ട് പറ്റത്തുമില്ല. പിടികിട്ടിയല്ലോ കുറച്ചു പേർക്കേലും. വളരെ നല്ലത്. സ്തോത്രം. നീതീകരിക്കപ്പെട്ടവരെല്ലാം ആരാണ്? എന്നെ ഈ ശാസ്താംകോട്ടയിൽ നിന്നാണ് പാസ്റ്റർ ഇവിടെ പരിചയപ്പെടുത്തിയത്. പക്ഷെ നിങ്ങളൊരു കാര്യം അറിയണം, ഞാൻ ശാസ്താംകോട്ടക്കാരനല്ല. എന്നെ അങ്ങനെ വിളിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. സ്തോത്രം. പിന്നെ അങ്ങനെ ഈ പേര് വന്നേ നിങ്ങൾ ചോദിക്കും. പേര് വന്നത്, ഞാൻ ശാസ്താംകോട്ടയിൽ കുറച്ച് വർഷങ്ങൾ ഒരു സഭയുടെ പാസ്റ്ററായിരുന്നു. ആ സമയത്ത് പബ്ലിക് പ്രീച്ചിങ്ങിലോട്ട് വന്നപ്പോൾ നാട്ടുകാരെനിക്ക് തന്ന പേരാണ് റജി ശാസ്താംകോട്ട. എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ ആവർത്തിച്ച 1000 തവണ പറയാറുണ്ട്. ഞാൻ വാസ്തവത്തിൽ ജനിച്ചു വളർന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ്. ഇപ്പോൾ സെറ്റിൽഡ് ആയിരിക്കുന്ന കുമ്പനാട്ട. എൻ്റെ പേര് റെജി മാത്യു എന്നാണ്. ഞാൻ ഈ കാര്യം പറഞ്ഞത് ഇത് എന്ന് പറയാൻ വേണ്ടി മാത്രമല്ല, ഈ ശാസ്താംകോട്ടയ്ക്ക് സമീപത്തുള്ള വേറെ സ്ഥലപ്പേരൂടെ പറയാൻ വേണ്ടിയാണ്. ഈ തേവലക്കര അറിയാമോ? എറണാകുളത്തുള്ള തേവലക്കര. സത്യത്തിൽ ഇത് തേവലക്കരയല്ല, ദേവാലയക്കരയാണ്. ദേവാലയക്കര. അത് ലോപിച്ച് തേവലക്കരയായി. ഈ ഞങ്ങൾ ഈ കുമ്പനാട് താമസിക്കുന്നത്, അതിന് തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്, ഇരവിവേരൂര്. ആ ഏരിയയിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളെപ്പോലെ കുമ്പനാട്ട് വന്ന് താമസിക്കുന്ന ഒരു ഇരവിവേരൂരെന്ന് പറയുമ്പോൾ കുമ്പനാട്ടുകാരോ ഇരവിവേരൂരുകാരോ അങ്ങനെ പറയത്തില്ല. അവർ പറയുന്നേ ഇരവേരി എന്നാണ്. ഇരവേരി എന്ന് പറഞ്ഞ കാലഘട്ടങ്ങൾ കൊണ്ട് കുറച്ചങ്ങ് ലോപിച്ചു പോയി. ഇരവിവേരൂർ ലോപിച്ച് ഇരവേരിയായി. ഇനിയിപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഇവിടുന്ന് ട്രെയിനെ കയറി തൃശ്ശൂർ പോകണം. സത്യത്തിൽ തൃശ്ശൂരല്ല, തൃശ്ശിവ പേരൂര. റെയിൽവേ സ്റ്റേഷനിൽ എഴുതിയിട്ടുണ്ട് തൃശ്ശിവ പേരൂർ. ലോപിച്ച് ഇതുപോലെ നമ്മുടെ ഇടയിൽ ഒത്തിരി സംഭവങ്ങൾ അങ്ങ് ലോപിച്ചു പോയി. ചിലതൊക്കെ നമ്മുടെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നേരത്തെയൊക്കെ നമ്മുടെ സഭായോഗത്തിന് വിശുദ്ധ സഭായോഗം എന്ന് പേരുണ്ടായിരുന്നു. ഈ അടുത്ത ഒരു 10 വർഷത്തിനകത്ത് വിശുദ്ധ സഭായോഗം എന്ന് കേട്ട ആരെങ്കിലും ഉണ്ടോ?
ഇല്ല. എന്തുകൊണ്ടോ നമ്മളിപ്പോൾ അത് പറയുന്നില്ല? പറയുന്ന പുള്ളിക്ക് വിശുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ, ഇരിക്കുന്നവർക്ക് വിശുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ, സഭായോഗം വിശുദ്ധം അല്ലാഞ്ഞിട്ടാണോ എനിക്കറിയത്തില്ല. പക്ഷെ ഇപ്പൊ അത് പറയുന്നില്ല. നേരത്തെ വിശുദ്ധന്മാരെന്നൊക്കെ പറയായിരുന്നു, ഇപ്പൊ അത് കുറഞ്ഞു. പറയും, എന്നാലും കുറഞ്ഞു. ഇപ്പൊ വിശുദ്ധ സഭായോഗം, വിശുദ്ധന്മാർ എന്നൊക്കെ പറയുന്ന അങ്ങ് നിർത്തി. എന്തുവാന്ന് അറിയത്തില്ല, കുറഞ്ഞു പോയി. ആ പ്രാഗൽഭ്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ ഇടയിൽ നിന്ന് പോയ ഒരു പദവാ നീതിമാന്മാരെന്ന് പറയുന്നത്. സ്തോത്രം. നമുക്ക് പറയാൻ ഒക്കത്തില്ലെന്നേ ഉള്ളൂ, നമ്മൾ വാസ്തവത്തിൽ നീതിമാന്മാരാ. ഇനി അവിടെ ഇത് പറയുമ്പം എല്ലാം പറയണമല്ലോ, പഴുതടച്ച് വേണമല്ലോ കാര്യം പറയാൻ. പാസ്റ്റർ, ഒരിക്കലങ്ങ് പാപമെല്ലാം കഴുകപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്നാ ചെയ്താലും പാപമില്ലെന്നാണോ? അങ്ങനല്ല പുസ്തകം പറയുന്നത്. നിങ്ങൾ 25-ാമത്തെ വാക്യം മോനെ ഒന്നുകൂടെ കാണിക്കാം. റോമർ 3:25. മലയാളം വായിക്കാൻ അറിയാവുന്നവർ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചോ. അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. ആ വാക്ക് കണ്ടെങ്കിൽ ഇനി ഇങ്ങോട്ട് നോക്കിക്കോ. രക്ഷിക്കപ്പെട്ട അന്നുവരെ ചെയ്ത പാപത്തെ ശിക്ഷിക്കാതെ വിട്ടെന്നായി പറയുന്നേ. രക്ഷിക്കപ്പെട്ട അനന്തരം ഉള്ള കട്ടം ബീഡിയും വലിച്ച്, ഉള്ള ശമ്പൂവും തിന്ന്, ഉള്ള ബിയറും അടിച്ച് തെക്കും വടക്കും നടന്നാൽ കുഴപ്പമില്ലെന്നാരും ചിന്തിക്കരുത് കേട്ടോ. ചില ആളുകൾ ചിന്തിക്കുന്ന മിലിറ്ററി കോട്ട അടിച്ചാൽ കുഴപ്പമില്ലെന്നാ. കൈ പൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആദ്യം. കാരണം അത് ഗവൺമെന്റ് തരുന്നതാ, വിശുദ്ധമാണെന്നാണ് ചിലർ ചിന്തിക്കുന്നത്. ചിലരുണ്ടല്ലോ ഇത് അടിക്കത്തൊന്നുമില്ല, അവിടെ വെച്ച് തന്നെ ഇതങ്ങ് വിൽക്കും. കോട്ട അവിടെ വെച്ച് തന്നെ വിൽക്കും. ഞാൻ അങ്ങോട്ട് നോക്കി പറയാത്തത്, ഈ പ്രസംഗകർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ മുഖത്തിന്റെ ഭാവം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. സ്തോത്രം. എൻ്റെ മോൾക്ക് ഇപ്പോൾ 22 വയസ്സുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠിക്കുക. അപ്പോൾ അവൾക്ക് 2.5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാനിങ്ങനെ വായിച്ചോണ്ടിരിക്കുക. ഒരു 3 വീലുള്ള സൈക്കിൾ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതിലിങ്ങനെ കയറി കളിച്ച് എൻ്റെ മുന്നിൽ കമിഴ്ന്നടിച്ചങ്ങ് വീണു. പുള്ളിക്കാരി അങ്ങോട്ട് ചാടി എഴുന്നേറ്റ് നെഞ്ചത്ത് പറ്റിയ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞിട്ട് എന്നോട് പറയുക, ഇപ്പം മീനേനെ ഒന്ന് നെഞ്ചും കൂടെ അടിച്ച് തറ വീണിട്ടാണ് പറയുന്നത്, ഇപ്പോ മീനേനെ. സ്വതന്ത്രം. ഇത് പറഞ്ഞപ്പോൾ മുഖത്തൊരു ചമ്മിയ ചിരി ഉണ്ടായിരുന്നു. ഇതുപോലെയാ ചില പുള്ളികൾക്ക്. കോട്ട ഒക്കെ അവിടെ വെച്ച് തന്നെ വിൽക്കും, ഇരട്ടി വിലക്ക് വിൽക്കും. എന്നിട്ട് പിറ്റേ ആഴ്ച ടൈത്തും കൊണ്ട് വന്നേക്കാം. അച്ഛാ, കോട്ട വിറ്റ ടൈത്ത് ചർച്ചിന് ആവശ്യമില്ല. നിങ്ങളെന്നെ മിണ്ടാത്തേ. തൻ്റെ ഇടത്തോട്ടൊരു നല്ല ഹാലേലിയ പറഞ്ഞേ. പിന്നല്ല, കോട്ട വിട്ടിട്ട് കിട്ടുന്ന സ്വോത്ര കാഴ്ച കൊണ്ട് നീ ചർച്ച വരണ്ടാച്ചാ. കാരണം ഇത് കർത്താവിന് ഒക്കത്തില്ല. അത് ചർച്ചിലിടല്ലേ. നിങ്ങൾ മേടിച്ചിട്ട് പിന്നെ കർത്താവുമായിട്ട് തീർത്തോ. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല എന്ന് നമ്മൾ പ്രസംഗിച്ചിട്ട് കോട്ട വിറ്റ പൈസയും കൊണ്ട് ടൈത്ത് ഇടാൻ പാന്ന് പറയാൻ പറ്റുമോ? അത് കൊണ്ടുവരണ്ട, അതിന്റെ ടൈത്ത് വേണ്ട. സ്തോത്രം. വിടുന്നില്ല. അപ്പൊ ചില ആളുകൾ ചിന്തിക്കുന്നത്, അന്ന് പാവമെല്ലാം മറച്ചു കളഞ്ഞു, ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല, എന്നാ ചെയ്താലും കുഴപ്പമില്ല. അങ്ങനല്ല. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദൈവം തന്റെ പൊറുമയിൽ, ഈ വാക്യം എനിക്ക് കാണത്തക്ക വിധത്തിൽ നിൽക്കാൻ പറ്റുമായിരുന്നേ കൊള്ളായിരുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ, ആ മുൻകഴിഞ്ഞ എന്ന വാക്ക് അണ്ടർലൈൻ ചെയ്തേക്കണം. ശിക്ഷിക്കാതെ വിട്ട പാപം ഏതാ? ഉച്ചത്തിൽ പറ, ഏത് പാപം? ഒന്നുകൂടെ പറഞ്ഞു, ഏത് പാപം? മുൻകഴിഞ്ഞ പാപത്തെ ശിക്ഷിക്കാതെ വിട്ടു. സ്തോത്രം. ഞാൻ അങ്ങനെ പറയുമ്പം ഇടയ്ക്ക് നമ്മൾ പറഞ്ഞ ഒരു വാക്യമുണ്ടല്ലോ, എബ്രായ ലേഖനം 10:26. അവിടെ പറയുന്നത്, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവം പാപം ചെയ്താൽ, ഫുൾ ഗോസ്പൽ പിടികിട്ടിയ അനന്തരം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അനന്തരം മനഃപൂർവം പാപം ചെയ്താൽ. ഈ പ്രൊജക്ടറൊക്കെ ഉള്ളത് കൊണ്ട് സ്തോത്രം, നമ്മൾ ഈ ബൈബിളും കൊണ്ട് കൺവെൻഷൻ ഒന്നും വരത്തില്ലല്ലോ, വന്നാൽ തുറക്കത്തില്ലല്ലോ. കുറച്ച് ആളുകളാണ് ഇതൊക്കെ തുറക്കുന്നത്, ബാക്കിയുള്ളവര് ഇത് കൊണ്ടുവന്നിട്ടുമില്ല, കൊണ്ടുവന്നോട്ട് തുറക്കത്തുമില്ല. ഈ പണ്ടാരണ്ട് പറഞ്ഞ്, ഞങ്ങളുടെ നാട്ടിൽ പറയും, നെയ്യപ്പം തിന്നാ 2 ഉണ്ട് ഗുണം എന്ന് പറയുന്ന പോലെ ഇപ്പം മൊബൈലിൽ ഉണ്ടല്ലോ എല്ലാം. അപ്പൊ മൊബൈലിലാണ് എല്ലാം. ബൈബിള് വേണേ നോക്കാം, ഫേസ്ബുക്കും കാണാം. പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ ഇൻസ്റ്റയിലൊക്കെ കയറാം. ചർച്ചിനകത്തിരുന്ന കോഹ്ലി 6 അടിച്ചോ, മെസ്സി ഗോൾ അടിച്ചോ എന്നൊക്കെ നിനക്ക് തമ്പുരാൻ തല്ലു തരും, ഓർത്തോണം, പറഞ്ഞേക്കാം. ഹല്ലേലൂയ. ഭക്തി വേണം കേട്ടോ, ഭക്തി.
ഇതിനകത്ത് കാണിക്കുന്ന ഓരോ പ്രകടനങ്ങളും ഭക്തിയെ ആസ്പദീകരിച്ചായിരിക്കുന്നത്. ഭക്തികേടും പ്രപഞ്ചമോഹം എന്നൊക്കെ പറഞ്ഞ് വേറെ പറയുന്നുണ്ട്, അത് വിശദീകരിക്കാൻ നേരം പോരാ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ച്, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്ത ഇത് തറ വീഴുമോ? വീഴും. പക്ഷേ ഇപ്പൊ ഇത് തറ വീഴണമെങ്കിൽ ഞാൻ മനഃപൂർവ്വം ശ്രമിച്ചേ പറ്റത്തുള്ളൂ. ഇതുപോലെയാ പാപങ്ങൾ ഭൂരിപക്ഷവും തീരുമാനിച്ചുറച്ച് ചെയ്യുന്നതാണ്. പുസ്തകം അസന്നിഗ്ധമായിട്ട് പറയുകയാണ്, മനഃപൂർവമായിട്ടാണ് നീ പാപം ചെയ്യുന്നതെങ്കിൽ, എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം, തെറ്റാണെന്ന് പുസ്തകം പറയുന്നത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് ശങ്കയില്ലാതെ പാസ്റ്റർ അങ്ങനെ പലതും പറയുമെന്ന് പറഞ്ഞ് ഇതിനെ അവഗണിച്ചുകൊണ്ട് തെറ്റിലേക്ക് മനഃപൂർവം പാദം വെക്കുമ്പോ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചവൻ മനഃപൂർവം പാപം ചെയ്യുകയാണ്. സ്വോത്രം. എക്ലീഷ്യ ചർച്ചിന്റെ ജനറൽ ക്യാമ്പ് ഇന്ന് രാത്രിയിൽ ഇവിടെ അവസാനിച്ച് നാളെ ആരാധന കൊണ്ട് ഇവിടുന്ന് പിരിയുമ്പോ ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് സത്യവുമായിട്ടാണ് നിങ്ങൾ തിരിച്ചു പോകാൻ പോകുന്നത്? ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ജനപ്രിയ പ്രസംഗകനാകണ്ട, എനിക്ക് ദൈവത്തിന്റെ പ്രിയ പ്രസംഗകനായാൽ മതി. ജനപ്രിയനാകണമെങ്കിൽ ജനത്തിന് ഇഷ്ടമുള്ളത് പ്രസംഗിച്ചാൽ മതി. ഇന്ന് രാത്രി ജനത്തിന് ഇഷ്ടമുള്ളതല്ല ഞാൻ പറയുന്നത്, തമ്പുരാൻ ഇഷ്ടമുള്ള കാര്യം പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി രാമൻ പറഞ്ഞേ, പോരാ 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 പോരാ. ശബ്ദം ഉയർത്തി. അപ്പൊ പാസ്റ്റർ ഒരു പാപം ചെയ്തു പോയെങ്കിലോ, അബദ്ധത്തിലാണ് പാപം ചെയ്തതെങ്കിൽ 1 യോഹന്നാന്റെ ലേഖനം 2:1 പറയുന്നുണ്ട്, we have an advocate with the Father. സഹോദരന്മാരെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ, മനഃപൂർവമായി എന്ന വാക്ക് എബ്രായർ 10:26 ഉള്ളത് കൊണ്ട് ഇത് തമ്മിൽ വൈരുദ്ധ്യമാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഞാൻ അബദ്ധത്തിൽ എന്ന വാക്ക് ചേർക്കുക. മനഃപൂർവ്വം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗമില്ല. അബദ്ധത്തിലാണ് ചെയ്തതെങ്കിൽ വിഷമിക്കണ്ട, നിനക്ക് തിരിച്ചു വരാം. We have an advocate with the Father. പിതാവിന്റെ അടുക്കൽ നമുക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്, ഒരു പാരക്ലീറ്റോസ്. ഹല്ലേലൂയ. സമർത്ഥനായ ഒരു അഡ്വക്കേറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, we have an advocate with the Father. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ ഒരു റിവൈവൽ ഉണ്ടാകണമെന്നൊന്നുമല്ല എൻ്റെ ആഗ്രഹം. ചിലരുടെ അകത്തൊരു ഉൾക്കിടിലം ഉണ്ടാകണം, ചിലരുടെ അകത്തൊരു ഭയം വ്യാപരിക്കണം.